നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. ഭാവിയിൽ ഏറ്റവും കൂടുതൽ വരുമാന സാധ്യതയുള്ള രണ്ട് മേഖലയാണ് കാർഷികവും ആരോഗ്യവും. ഇതിൽ ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിൽ ഒരു ക്ലിനിക്കിന്റെ ഫ്രാഞ്ചൈസി മോഡലിനെ കുറിച്ചാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു ബ്രാൻഡഡ് കമ്പനിയാണ്, ഒരു വലിയ കമ്പനിയാണ്. ആ ഒരു ക്ലിനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാർ അവിടെ ചെല്ലും. അതിലൊരു തർക്കമില്ല. അങ്ങനത്തെ ഒരു ബ്രാൻഡാണ്. അതിന്റെ ഫുൾ സെറ്റപ്പ് ഗൈഡ്, കോസ്റ്റ്, ലൈസൻസ്, സ്പേസ് എല്ലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നല്ല വരുമാനമുള്ള സാധ്യതയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ആരോഗ്യ മേഖല അത്ര വലിയ ലെവലിലാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലുള്ള ഒരുപാട് കമ്പനികൾ പോലും ഈ ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാനിന്ന് പറഞ്ഞു വരുന്നത് അപ്പോളോ ക്ലിനിക്കിന്റെ ഫ്രാഞ്ചൈസി മോഡലിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് അപ്പോളോ ക്ലിനിക് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ ബ്രാൻഡാണ്. വിശ്വസനീയമായിട്ടുള്ള ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്. കമ്പനിയുടെ പൂർണ്ണമായിട്ടുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഉയർന്ന വരുമാനം നടപ്പാക്കുന്ന ഹെൽത്ത് കെയർ മേഖലയാണ്. ഫ്രാഞ്ചൈസി മോഡലുകൾ കുറച്ചുണ്ട്. ഫുൾ ക്ലിനിക്ക് മോഡലുണ്ട്. കൺസൾട്ടേഷൻ, ലാബ്, ഫാർമസി എന്ന് ഉൾപ്പെടുന്ന സമഗ്രമായിട്ടുള്ള ഒരു ക്ലിനിക് സംവിധാനം, ഫുൾ ക്ലിനിക്ക് മോഡലുണ്ട്. ശരിക്കും ഡയഗ്നോസ്റ്റിക് സെന്റർ മാത്രമുണ്ട്. അതായത് ബ്ലഡ് ടെസ്റ്റ്, സ്കാനിങ് തുടങ്ങിയ അത്യാധുനിക ലാബ് സേവനങ്ങൾ മാത്രം ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അപ്പോളോ ഷുഗർ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് പ്രമേഹ രോഗികൾക്കായിട്ട് മാത്രമുള്ള ഒരു പ്രത്യേക ചികിത്സാ കേന്ദ്രമുണ്ട്, ഷുഗർ ക്ലിനിക്ക്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റഡ് ആയിട്ട് ഇത് കുറേ ആൾക്കാർ ഷുഗർ പേഷ്യൻസ് ഉണ്ട്. ഇവരെല്ലാവരും അവിടത്തേക്ക് ചെല്ലുമെന്നതാണ് യാഥാർത്ഥ്യം. ഡെന്റൽ സ്പെഷ്യാലിറ്റി, ചികിത്സയും അല്ലെങ്കിൽ പ്രത്യേക വിഭാഗങ്ങൾക്കുമായിട്ടുള്ള ഒരു സെറ്റപ്പാണിത്. അത് ഡെന്റൽ ആൻഡ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഫുൾ ക്ലിനിക് മോഡലാണ് ബെറ്റർ. കൺസൾട്ടേഷൻ ഉണ്ട്, ലാബ് ഉണ്ട്, ഫാർമസി ഉണ്ട്, എല്ലാം കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സ്ട്രക്ചർ, ഒരു മിനി മോഡൽ വേണമെങ്കിൽ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സെറ്റപ്പ് ആവശ്യതകൾ: ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു 1500-4000 സ്ക്വയർ ഫീറ്റ് നമുക്ക് സ്പേസ് വേണം. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. നല്ല പാർക്കിംഗ് സൗകര്യം, ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ടൗണിലല്ല, കുറച്ച് ദൂരമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റിയിൽ കുറച്ച് ദൂരമാണെങ്കിൽ പോലും ടെൻഷൻ ഒന്നുമില്ല. ഒരു റോഡ് സൈഡ് തന്നെ ആയിരിക്കണം. സ്റ്റാഫ്, ഡോക്ടർമാർ വേണം, ലാബ് ടെക്നീഷ്യൻ വേണം, നേഴ്സ് വേണം, റിസപ്ഷനിസ്റ്റ് വേണം, മെഷീനുകൾ, ECG വേണം, എക്സ്റേ വേണം, ബ്ലഡ് അനലൈസർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. നിക്ഷേപവും ലാഭവും ഏകദേശം ഇൻവെസ്റ്റ്മെന്റ് 1 കോടി മുതൽ 1.5 കോടി വരെ നമുക്ക് ചെലവ് വരും. മൊത്തത്തിലുള്ള ചെലവ്. കാരണം ഇതൊരു ഹോസ്പിറ്റലിന്റെ ഒരു മെത്തേഡാണല്ലോ നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും വേണ്ടേ. അപ്പൊ അതിന് അത്രത്തോളം എക്യുപ്മെന്റ്സും അല്ല മറ്റുള്ള കാര്യങ്ങളും ഇന്റീരിയറും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഇത്രയും ചെലവ് വരും. 1 crore to 1.5 crore. നമ്മൾ നോർമലി ഇപ്പൊ പെട്രോൾ പമ്പൊക്കെ നമ്മൾ വേണ്ടി ഇത്രയും നല്ലൊരു എമൗണ്ട് ചെലവ് വരും. പക്ഷെ പെട്രോൾ പമ്പ് പോലെയല്ല ഇത്. ഹെൽത്ത് കെയർ ഭയങ്കര സാധ്യതയുള്ള ഒരു മേഖലയാണ്. നമുക്ക് നല്ല രീതിയിൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോഡലും കൂടിയാണ്. ഭാവിയിൽ ഇതിനെ വലിയ രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. മന്ത്ലി ഒരു 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. ആർക്കും വിശ്വാസം ഉണ്ടാകും. അത് ഉണ്ടാക്കാൻ പറ്റും, സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ റവന്യൂ മൊത്തത്തിലുള്ള നെറ്റ് പ്രോഫിറ്റ് അല്ല, ഞാൻ പറഞ്ഞു മൊത്തത്തിൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇത് പ്രോഫിറ്റ് ഷെയറിംഗ് ബേസിസ് ആണ് വർക്ക് ചെയ്യുക. മാർജിൻ നമുക്ക് ലഭിക്കും. അപ്പൊ തിരക്കും ലൊക്കേഷനൊക്കെ ബേസിക് അനുസരിച്ചിട്ടാണ് ഇങ്ങനെ കിട്ടുക. ഡോക്ടേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ വേണമെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഡോക്ടേഴ്സിനെ, ഒരു സ്പെഷ്യലിസ്റ്റുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോണ്ടന്റുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടുള്ള പേഷ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്യും. നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ടെന്ന് പേഷ്യൻസിനെ അറിയിക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഡോക്ടേഴ്സ് ഉണ്ട് എന്ന് അറിയിക്കുക. ആ ഡോക്ടേഴ്സിന്റെ ടിപ്സ് കാര്യങ്ങളൊക്കെ ഇടുക, ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കോണ്ടന്റുകളൊക്കെ. അപ്പൊ നല്ല രീതിയിൽ ഒരു മാർക്കറ്റിംഗ് രീതിയിലല്ല, അല്ലാത്ത ഒരു രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുകയാണ് ഹോസ്പിറ്റലിൽ എന്ന രീതിയിൽ അല്ലാത്ത രീതിയിൽ ചെയ്യുക. അതൊക്കെ ആര് ചെയ്യും? നിങ്ങളൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ചെയ്യുന്നത് ആര്? അപ്പോളോ ക്ലിനിക്കിന്റെ ഡയറക്റ്റ് ഹെഡിൽ തന്നെ അത് ചെയ്തോളൂ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നെറ്റ് പ്രോഫിറ്റ് 25 to 35% മാർജിൻ കിട്ടും. 3 മുതൽ 4 വർഷത്തിനുള്ളിൽ നിക്ഷേപം എല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ സ്വന്തം ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് പുതിയൊരു ബ്രാൻഡ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും കൊടുക്കേണ്ട, മുഴുവൻ എമൗണ്ട് നിങ്ങൾക്ക് തന്നെ എടുക്കാം. ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നേടുക. ഞാൻ എപ്പോഴും ഫ്രാഞ്ചൈസി മോഡലുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട്, നിങ്ങൾ എപ്പോഴും ഒരു ഫ്രാഞ്ചൈസിയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഒരു ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസി മോഡൽ എടുക്കണം. ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡിന്റെ എങ്ങനെയാണ് അവരുടെ മാനേജ്മെന്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത്, എങ്ങനെ അവർ ഓട്ടോമേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മാർക്കറ്റിംഗ് സപ്പോർട്ട് നൽകുന്നത്, ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടും. അതൊക്കെ പഠിച്ചതിന് ശേഷം സ്വന്തം ബ്രാൻഡിലേക്ക് മൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസിയാണ്. അങ്ങനെയാണ് ഒരു KFCയിൽ കയറിയിട്ട് വർക്ക് ചെയ്ത് നല്ല പ്രൊഫഷണൽ ആയിട്ട് അതിന്റെ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു ബ്രാൻഡ് തുടങ്ങാം. VFC എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തുടങ്ങാം. വിനീഷ് ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഒരു ബ്രാൻഡ് തുടങ്ങാം. അപ്പൊ നിങ്ങളുടെ പേരിലാണ് നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു KFCയുടെ മാറ്റിയിട്ട് ഒരുപാട് FCകൾ അടങ്ങുന്ന ഒരുപാട് ഫ്രാഞ്ചൈസി മോഡൽ ഉണ്ട്. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പലരും
ചെയ്യുന്നുണ്ട്. ഫ്രൈഡ് ചിക്കൻ എന്നാണല്ലോ ലാസ്റ്റ് വരുന്നത്, അതിന്റെ ഫ്രണ്ടിൽ എന്ത് പേര് വേണം നമുക്ക് കൊടുക്കാമല്ലോ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നന്നായിട്ട് നല്ല ധാരണയും പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യണം മോഡൽ. അടുത്തത് ലൈസൻസും പിന്തുണ. നോർമലി ക്ലിനിക്കിന്റെ കേസ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഫാർമസിയുടെ ഡ്രഗ് ലൈസൻസ് കാര്യങ്ങൾ വേണം, ഫാർമസിസ്റ്റ് വേണം, ലൈസൻസ് ഉള്ള ഫാർമസിസ്റ്റ് വേണം, അതുപോലെ തന്നെ ട്രേഡ് ലൈസൻസ് വേണം, GST വേണം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം സ്റ്റേബിൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ലൈസൻസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുപോലുള്ള ഒരുപാട് ബിസിനസ് ഐഡിയകൾ ഇനിയും വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ആരും നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ബിസിനസ് നോക്കിയെടുക്കും, ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ നിഷു സൈനിങ് ഓഫ്. ബൈ.